നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ അല്ലേ പറഞ്ഞേ 2 ഡിജിറ്റ് നമ്പറിന്റെ. അതേപോലെ 3 ഡിജിറ്റ് നമ്പറിന്റെ ഡിവിഷനും കൂടെ ഉണ്ട്. അതും 2 ഡിജിറ്റ് നമ്പർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓരോ ഡിജിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഡിവിഡൻഡിന്റെ കൺസിഡർ ചെയ്യുന്ന ഡിജിറ്റ് കൂടുന്നേ ഉള്ളൂ. ഓക്കെ, എന്താ ഏഞ്ചൽ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു 2 ഡിജിറ്റ് നമ്പറിന്റെ, ഒന്ന് പറഞ്ഞു തരുമോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു എന്നുള്ള ഒരു എക്സ്ക്യൂസ് ഓൺലൈൻ ക്ലാസ്സിൽ പറയണ്ടെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്, അത് കണ്ടിട്ട് പഠിച്ചാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഈ ക്ലാസ്സിൽ എടുത്തിട്ട് ടൈം കളയാൻ ഞാൻ തയ്യാറല്ല. മറ്റു കുട്ടികൾക്ക് ടൈം ഒരുപാട് വേസ്റ്റ് ആവും. കേട്ടല്ലോ? അതുകൊണ്ട് മേലാൽ ഇനി ഓൺലൈൻ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു എന്ന് ഒരാൾ പോലും പറയാൻ പാടില്ല. നിങ്ങൾക്ക് അന്നേരം തന്നെ യൂട്യൂബിന്റെ ലിങ്കും തരുന്നുണ്ട്, ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് നേരിട്ട് കണ്ടിട്ട് പഠിക്കാം. എത്ര തവണ വേണമെങ്കിലും വീഡിയോ കാണാം, അല്ലേ? നോർമൽ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ ക്ലാസ് കിട്ടുള്ളൂ. അത് മിസ്സായാലും മിസ്സായത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും വീഡിയോ കാണാം. ഞങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ പോലും കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയണ്ട. ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നതിനും ആ ഒരു എക്സ്ക്യൂസ് പറയണ്ട. കേട്ടല്ലോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഈ ക്ലാസ്സിൽ ഒരു കാരണവശാലും റിപ്പീറ്റ് ചെയ്യുന്നതല്ല. ഇത് എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 3 ഡിജിറ്റ് നമ്പറിന്റെ ഡിവിഷൻ ഒന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേർഡ് പ്രോബ്ലംസ് നോക്കാം കേട്ടോ. ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ട് ഒരു പ്രോബ്ലം പറഞ്ഞു തന്നിട്ട് നമുക്ക് ഡിവിഷന്റെ വേർഡ് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം അല്ലെ. പേജ് നമ്പർ 99-ലെ പേജ് നമ്പർ 99-ല് എക്സസൈസ് 3.4-ലെ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ക്വോഷ്യന്റ് ആൻഡ് ദ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, അതിൽ മൂന്നാമത്തേത്. അതൊന്ന് ചെയ്തു നോക്കാം. കണ്ടോ ക്വസ്റ്റ്യൻ? പേജ് നമ്പർ 99, exercise 3.4, A, find the quotient and the remainder. അതില് third one, 7,26,475 divided by 432. എത്രയായിരുന്നു? 26,475 divided by 432. 432. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിവിഡൻഡിന്റെ ആദ്യത്തെ 2 ഡിജിറ്റ് ആയിരുന്നു കൺസിഡർ ചെയ്തത് അല്ലെ. ഇവിടെ നമ്മൾ 3 ഡിജിറ്റ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 3 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിഡൻഡിന്റെ ആദ്യത്തെ 3 ഡിജിറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 726-നെയാണ് നമ്മൾ ആദ്യം 432 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 726-നെ 432 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 432 ഇതിനകത്ത് എത്ര തവണ പോകുന്നു നോക്കണം അല്ലെ. 2 തവണ പോകുന്നു നോക്കാം. 432 into 2, 4, 6, 8, 864 ആണ് കിട്ടുന്നത്. 726-നേക്കാളും വലിയ നമ്പർ ആണ്. അതുകൊണ്ട് ഇതിനകത്ത് 726-നകത്ത് 432 ഒരു തവണ മാത്രമേ പോവുള്ളൂ. അപ്പൊ ഇവിടെ
6ന്റെ മേലെയാണ് നമ്മൾ 1 എഴുതേണ്ടത്. 7ന്റെയും 2ന്റെയും മേലെയല്ല, 6ന്റെ മേലെ 1 എഴുതാം. 1 into 432 432 മൈനസ് ചെയ്യുന്ന സമയത്ത് 6ന്ന് 2 മൈനസ് ചെയ്താൽ 4, 2ന്ന് 3 മൈനസ് ചെയ്യാൻ പറ്റില്ല, അപ്പം ബോറോ ചെയ്യണം തൊട്ടടുത്ത പ്ലേസിൽ നിന്ന്. 12ന്ന് 3 മൈനസ് ചെയ്താൽ 9. പിന്നെ ഇവിടെ ബാക്കി 6 ഉണ്ട്, ആ 6ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 2, 294 ബാക്കിയുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? തൊട്ടടുത്ത നമ്പർ കൂടി, ഡിജിറ്റ് കൂടി താഴേക്ക് എടുത്തിടണം. 6 വരെ നമ്മളിപ്പോ കൺസിഡർ ചെയ്തേ, തൊട്ടടുത്ത ഡിജിറ്റ് 4, ആ 4 കൂടി താഴോട്ട് എടുത്തെഴുതി. 4 കൂടി താഴേക്ക് എടുത്തെഴുതി. അപ്പൊ എത്രയായി ഇവിടെ? 2944. ഈ 2944ല് 432 എത്ര തവണ പോകുന്നു നോക്കാം. അതിനെന്ത് ചെയ്താൽ മതി? 432നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 432 into 3 ചെയ്ത് നോക്കാം. 2 into 3 6, 3 into 3 9, 4 into 3 12. അപ്പൊ ഇനിയും 432 ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അപ്പോ 432 into 5 ചെയ്ത് നോക്കാം. 2 into 5 10, remaining 1. 3 into 5 3 into 5 15, 15 നമ്മൾ 5 എഴുതി, remaining 1. 4 into 5 20, 20 plus 1 21. അപ്പൊ 5 അല്ല, 5ൽ കൂടുതൽ തവണ പോകും. ഇവിടെ 2944 അല്ലേ, 5ൽ കൂടുതൽ തവണ പോകും. ഒന്നും കൂടി നോക്കാം. 5ന് പകരം 6 7 എടുത്ത് നോക്കാം. 2 into 7 14, remaining 1. 3 into 7 21 plus 2 22, remaining 2. 4 into 7 28 plus 2 30. അപ്പൊ അതും അല്ല, 7ഉം അല്ല. അപ്പൊ എത്രയായിരിക്കും? 7 വരുമ്പോ ഇതിനേക്കാളും വലുത് വരുന്നുണ്ട്. അപ്പൊ എത്രയായിരിക്കും ഇവിടെ വരുന്നത്? 6 കൊണ്ട് ചെയ്ത് നോക്കാം. 6 കൊണ്ട് ചെയ്താല് 2 into 6 12, remaining 1. 3 into 6 18 plus 1 19, remaining 1. 4 into 6 24 plus 1 25. അപ്പൊ 432 2944ല് 6 ടൈംസ് പോകും. അപ്പൊ 4ന്റെ നേരെ മേലെ നമ്മൾ 6 എഴുതി. 6 into 432 2592. സാധാരണ പോലെ സബ്ട്രാക്ട് ചെയ്യാം. 4ന്ന് 2 പോയാൽ 2, 14ന്ന് 9 പോയാൽ 5, 8ന്ന് 5 പോയാൽ 3. ഇനി എന്ത് ചെയ്യാം? ഒരു 7 ബാക്കിയുണ്ട്. 4 കഴിഞ്ഞിട്ടുള്ള 7 നമ്മൾ താഴോട്ട് എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ 3527ൽ എത്ര തവണ 4032 പോകുന്നു നോക്കണം. 7 അല്ല, 8 നോക്കാം നമുക്ക്. 8 into 2 16, remaining 1. 3 into 8 24 plus 1 25, remaining 2. 4 into 8 32, 32 plus 2 34. അപ്പൊ എത്ര തവണ പോകും? 3527 അടുത്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിനോട് കൂടി ഇനി 432 ആഡ് ചെയ്താൽ വലിയ എമൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോ 3527ല് 432 8 ടൈംസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7ന്റെ നേരെ മേലെ 8 എഴുതി. 8 into 432 3000
456. 7 6 minus ചെയ്താൽ 1, 12 ന്ന് minus 5 minus ചെയ്താൽ 7, 4 ന്ന് 4 minus ചെയ്താൽ 0. ബാക്കി ഇവിടെ ഒരു 5 ഉണ്ട്, ആ 5 കൂടി താഴേക്ക് എടുത്ത് എഴുതാം. 715. 715 432 എത്ര തവണ പോകും? ഒരു തവണ മാത്രമേ പോവുള്ളൂ. 1 into 432 432. Subtract ചെയ്താൽ 5 minus 2 3, 11 minus 3 8, 6 minus 4 2. ഇതാണ് ഇതിന്റെ റിമൈൻഡർ. അയ്യോ തല ഉറങ്ങുന്നല്ലേ? ക്ഷീണിച്ചു പോയോ? നോക്കട്ടെ ആർക്കൊക്കെ ക്ഷീണം പിടിച്ചു. ലക്ഷ്മിപ്രിയക്ക് ക്ഷീണം വന്നു, അത് ഞാൻ കണ്ടു. മുഹമ്മദിന് ക്ഷീണം വന്നു, ഷഹബാസിന് ക്ഷീണം വന്നു, ഗ്രേസിന് ക്ഷീണം വന്നു. എഡ്വിനെ ക്ഷീണം പിടിച്ചില്ലേ ചെയ്തിട്ട്? നോ. ഓക്കെ, എഡ്വിൻ നല്ല ആക്റ്റീവാ. സായി കൃഷ്ണൻ ക്ഷീണം വന്നോ? ചെയ്തിട്ട് എനിക്ക് ക്ഷീണമായല്ലോ. ഹന്നയ്ക്കോ? നോ. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാരും നല്ല ആക്റ്റീവാ അല്ലേ? അതൊന്നും ക്ഷീണമില്ല, ജോസിക്കൊന്നും ക്ഷീണമില്ല. ഏഞ്ചലിനോ? നോ. റിഹാന് മനസ്സിലായോ ചെയ്തത്? കുറച്ച്. ആദിത്യൻ മനസ്സിലായോ? യെസ്. അപ്പൊ ഇങ്ങനെയാണ് 3 ഡിജിറ്റ് നമ്പറിന്റെ ഡിവിഷൻ ചെയ്തത്. മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇനി ഒരു പ്രോബ്ലം കൂടി പറഞ്ഞെന്ന് വെച്ചാൽ ഞാനിവിടെ വീണ് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് അറിഞ്ഞാൽ മാത്രം മതി. ഇതിന് ഇനി എക്സ്ട്രാ പ്രോബ്ലം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്ത് വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. നിങ്ങൾ നെക്സ്റ്റ് പേജ് എടുത്ത് നമുക്ക് വേർഡ് പ്രോബ്ലംസ് നോക്കാം. ഇതിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പോർഷൻ മുന്നോട്ട് നീങ്ങണ്ടേ? പേജ് നമ്പർ 100, വേർഡ് പ്രോബ്ലംസ് ഓൺ ഡിവിഷൻ. അതിലെ ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. എ ഫാർമർ ഗ്രൂ 9,31,258 mangoes in his orchard. They were packed in boxes of 175 each to be sold, and the remaining were kept for the family. How many boxes were there? How many were left for the family? എന്താ ക്വസ്റ്റ്യൻ? ഒരു ഫാമർ അയാളുടെ ഓക്കാർഡ് എന്ന് വെച്ചാല് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന വലിയ സ്ഥലം, നമ്മുടെ ഗാർഡൻ പോലെ, ഗാർഡന്റെ വലിയതിനെയാണ് ഓർക്കാർഡ് എന്ന് പറയുന്നത്. അയാളുടെ ഓർക്കാർഡില് എത്ര മാംഗോസ് കൃഷി ചെയ്തുണ്ടാക്കി? 9,31,258 മാംഗോസ് അയാൾക്ക് കിട്ടി. മാങ്ങ കൃഷി ചെയ്തിട്ട് അത്രയും കിട്ടി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? They were packed in boxes of 175 each. ഓരോ ബോക്സിലും 175 മാംഗോസ് വീതം വെച്ചിട്ട് പാക്ക് ചെയ്തു. എന്തിന്? വിൽക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ബോക്സിൽ പാക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന മാംഗോ kept for the family, വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ വെച്ചു. എന്താ ക്വസ്റ്റ്യൻ? How many boxes were there? ആ 175 മാംഗോസ് each ഉള്ള എത്ര ബോക്സസ് ഉണ്ട്? How many were left for the family? എത്ര എണ്ണം ആയിരിക്കും ഫാമിലിക്ക് വേണ്ടി മാറ്റി വെച്ചത്? എങ്ങനെ കണ്ടുപിടിക്കുക? 9,31,258 175 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? ഡിവൈഡ് ചെയ്താൽ അതിന് കിട്ടുന്ന കോഷ്യന്റ് ആയിരിക്കും നമ്പർ ഓഫ് ബോക്സസ്. കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും ഫാമിലിക്ക് വേണ്ടി ലെഫ്റ്റ് ചെയ്തിരിക്കുന്ന മാംഗോസിന്റെ എണ്ണം അല്ലേ? 175 വീതമുള്ള ബോക്സസ് ആക്കിയിട്ട് ബാക്കി വരുന്നതല്ലേ നമ്മൾ ഫാമിലിക്ക് കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും ഫാമിലിക്ക് കൊടുക്കുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ
കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും ഫാമിലിക്ക് കൊടുക്കുന്നത്. കിട്ടുന്ന കോഷ്യന്റ് ആയിരിക്കും എന്ത്? നമ്പർ ഓഫ് ബോക്സസ്. അവിടെ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നുണ്ടോ? ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് ഇസ് ഈക്വൽ ടു 9,31,258. നമ്പർ ഓഫ് മാംഗോസ് ഇൻ ഈച്ച് ബോക്സ് is equal to 175. Then number of boxes is equal to 9,31,258 divided by 175. Answer 5,321. Remainder 83. അതിന്റെ ആൻസർ എത്രയാ? 5,321 boxes and 83 mangoes were left for the family. Okay. അടുത്ത question നോക്കിയേ. 13,68,000 rubber trees were planted in equal number in 76 states. Find the number of rubber trees planted in each estate. കുറെ എസ്റ്റേറ്റിലായിട്ട് കുറെ റബ്ബർ ട്രീസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എത്ര എസ്റ്റേറ്റിലായിട്ട്? 76 എസ്റ്റേറ്റിലായിട്ട് 13,68,000 റബ്ബർ ട്രീസ് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ എസ്റ്റേറ്റിലും എത്ര റബ്ബർ ട്രീസ് വീതം ഉണ്ടാകും? എങ്ങനെ കണ്ടുപിടിക്കാം? total number of rubber trees is equal to 13,68,000. Number of estates എത്രയാ? 76. അപ്പൊ ഓരോ എസ്റ്റേറ്റിലും ഉണ്ടാവുന്ന ട്രീസിന്റെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ട്രീസിനെ നമ്പർ ഓഫ് എസ്റ്റേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 13,68,000 divided by 76. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 18,000 എന്ന് ആൻസർ കിട്ടും. That means 18,000 rubber trees were planted in each estate. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എസ്റ്റേറ്റും തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? ഓരോ എസ്റ്റേറ്റിലുമുള്ള ട്രീസിന്റെ എണ്ണം അല്ലേ? അപ്പൊ ടോട്ടൽ നമ്പർ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? നമ്പർ ഓഫ് ട്രീസ് ഇൻ ഈച്ച് എസ്റ്റേറ്റ്. ഒരു എസ്റ്റേറ്റിലെ ട്രീസിന്റെ എണ്ണവും നമ്പർ ഓഫ് എസ്റ്റേറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താലേ ടോട്ടൽ നമ്പർ കിട്ടുക അല്ലേ? അങ്ങനെയാവുമ്പോ നമ്പർ ഓഫ് ട്രീസ് ഇൻ ഈച്ച് എസ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എസ്റ്റേറ്റ്സ്. അതിവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 18,000. ഓക്കെ. അടുത്ത ഈ പ്രോബ്ലംസ് ഒക്കെ എന്താ ചെയ്യണ്ടേ? എക്സസൈസ് 3.5 നിങ്ങളുടെ ഒരു സജഷൻ പറഞ്ഞ് എല്ലാം ചെയ്യണോ? എല്ലാം ചെയ്യണോ? ആരെങ്കിലും ഒരു സജഷൻ പറഞ്ഞേ. മീനിങ് പറഞ്ഞു തന്നാ മതിയോ? ക്വസ്റ്റ്യന്റെ മീനിങ് മാത്രം പറഞ്ഞു തന്നാ മതിയോ? എന്താ ഹന്ന? മിസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തരും, ബാക്കി ഞങ്ങൾ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തരണോ? ഓക്കെ, ബാക്കി എന്നാലും മീനിങ് പറഞ്ഞുതരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സസൈസ് 3.5 സോൾവ് ദീസ് വേർഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ. In a shop there are 2,32,640 sheets of paper. In a shop there are 2,32,640 sheets of paper.
How many scores of paper are there? How many scores of paper are there? എന്താ score എന്ന് വെച്ചാല് അത് അവിടെ കൊടുത്തിട്ടുണ്ട്. 1 score is equal to 20 units. ഏത് സാധനം ആയിക്കോട്ടെ അതിന്റെ 20 യൂണിറ്റ്സിനെയാണ് 1 സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ആൻസർ മിസ്സിന്റെ കൂടെ നിങ്ങൾ എഴുതുന്നോ? എഴുതുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോട്ടും പെന്നും എടുത്തോ. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എഴുതണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് ഷീറ്റ്സ് ഓഫ് പേപ്പർ, അല്ലെങ്കിൽ വേണ്ടേ ടോട്ടൽ ഷീറ്റ്സ് ഓഫ് പേപ്പർ. Total sheets of paper is equal to എത്രയാ? 2,32,640. Next, one score is equal to 20 units. അടുത്തത് number of scores. Number of scores is equal to 2,32,640 divided by 20. ചെയ്യാൻ പറ്റുമോ? ചെയ്തരണോ? $2,32,000 ഇവിടെ വേണ്ട, സൈഡിൽ ചെയ്യാം. 2,32,640 divided by 20. 2 digit number on divide ചെയ്യുന്നുണ്ട്. First 2 digits consider ചെയ്യാം. 23 20 only 1 times 1 into 20 20 3 2 32 ഒരു തവണ പോളൂ 1 into 20 20 2 3 minus 2 1 122 തൊട്ടടുത്തുള്ള 2 താഴോട്ട് എടുത്തേതി 122 എത്ര തവണ 20 പോകും? 6 times. 6 into 20 120. 2 0 0. അടുത്തത് 6 താഴ്ത്തിയത് 26 20 only 1 times 1 into 20 20. Subtract ചെയ്യുമ്പോൾ 6 0 0 0. 6 കഴിഞ്ഞിട്ട് 4 കൂടി ഉണ്ട്, 4 കൂടി എടുത്ത് എഴുതുക. 64 20 only 3 times 3 into 20 3 into 20 60 minus ചെയ്യുമ്പോൾ 4 40. 40 20 only 2 times 2 into 20 40. Subtract ചെയ്യുമ്പോൾ 0. അപ്പൊ എത്രയാ ഇതിന്റെ ആൻസർ?
number of scores is equal to 2,32,640 divided by 20 is equal to 1,16,132. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? കഴിയാത്തവരൊന്ന് കൈമുതിച്ച് എഴുതി കഴിഞ്ഞില്ല എല്ലാരും? നോ, ഒന്നുകൂടി കാണിച്ചു തരാം. കുറച്ച് പേര് എഴുതാനുണ്ട്. പെട്ടെന്ന് എഴുതണേ. എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, ഇത് മനസ്സിലായോ ചെയ്യുന്നത്? എന്താ അതിലും ജോസി എന്താ അവിടെ പണിയെടുക്കുന്നത്? ബാക്കി എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ, പെട്ടെന്ന് എഴുതിയേ. കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ആ ഒരു പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. രണ്ടാമത്തേത്, എ ഫിനാൻസ് കമ്പനി സോൾഡ് ഷെയർസ് വർത്ത് ₹10,96,425. If each share cost ₹45, find the total number of shares sold. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അല്ല, ഒരു ഫിനാൻസ് കമ്പനി ഷെയർ കൊടുക്കുന്നു ആൾക്കാർക്ക്. ഷെയർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല. വലുതാവുമ്പോൾ നിങ്ങൾ പഠിക്കും. ഒരു കമ്പനി ഷെയർ കൊടുക്കുന്നു. ആ ഷെയറിന്റെ ടോട്ടൽ എമൗണ്ട് ₹10,96,425 ആണ്. ഓരോ ഷെയറിന്റെയും കോസ്റ്റ് ₹45 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഷെയർസ് ഉണ്ടാവും? ടോട്ടൽ ഷെയർസിന്റെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു എമൗണ്ട് ഓഫ് വൺ ഷെയർ അല്ലെ? എമൗണ്ട് ഒരു ഷെയറിന്റെ എമൗണ്ടിനെ ടോട്ടൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത് അല്ലെ? അപ്പൊ ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്, ഓരോ ഷെയറിന്റെ റേറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ, 10,96,425 ഡിവൈഡഡ് ബൈ 45. അതാണ് കണ്ടുപിടിക്കേണ്ടത്. $10,96,425 divided by 45. അപ്പൊ അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോളല്ലോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്തോ, എന്നിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തന്നോ. ഓക്കെ, എന്താ ഏഞ്ചൽ? മിസ് മുമ്പേ ചെയ്തില്ല. ഷീറ്റ്സിന്റെ ഒക്കെ കൂടെ അത് ആൻസർ കിട്ടിയത് 11,632 അങ്ങനെയല്ല കിട്ടിയേ? ഇങ്ങനെ ഏതായിരുന്നു? സോൾവ് ദീസ് പ്രോബ്ലംസിലെ ഫസ്റ്റ് വണ്ണിന്റെ അതിന്റെ ആൻസർ കിട്ടിയില്ലേ? അതിനു മുമ്പ് എന്താ എഴുതണ്ടേ? നമ്പർ ഓഫ് സ്കോർസ് എന്നാ?
എഴുതിയോ? മിസ്സേ അതല്ല, പിന്നെയോ? ആൻസർ ഞാനും എഴുതി. പിന്നെന്താ പ്രശ്നം? മിസ് അവിടെ അല്ലാണ്ടല്ലേ ഈക്വൽ ടു ഇട്ടിട്ട് 11,16,000 അതില്ലേ? അതിന് മുമ്പ് എന്ത് വേർഡാ എഴുതണ്ടേ? അതിന് മുന്നേ എന്ത് വേർഡാ എഴുതണ്ടോ? എന്ത് വേർഡാ അതിന് മുന്നേ എഴുതണ്ടേ? അതിന് ഇതിനെല്ലാം സെന്റൻസ് എഴുതിയിട്ടില്ല, അപ്പൊ അതിനെന്ത് സെന്റൻസ് എഴുതുക? സെന്റൻസ് എഴുതാനാ? There are ഇത്രയും scores എന്ത് ഷോപ്പിൽ എഴുതിയാ മതി. ഓ അതുകൂടി വേണോ? എന്നാ അതും കൂടി എഴുതിക്കോ. There are 1,16,132 scores in that shop. ഇതിപ്പോ കട്ടാവേ, ഇത് എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, എഴുതി കഴിഞ്ഞില്ല? പെട്ടെന്ന് എഴുതിക്കോ. There are 1,16,132 scores in that shop. എന്താ ഹന്ന? മിസ് ചെയ്തേക്കുന്ന ആൻസർ തെറ്റല്ലേ? തെറ്റാണോ? എവിടെയാ തെറ്റിയേ? ആദ്യം മിസ് എന്താ 2 ഇറക്കി എഴുതിയതല്ലേ, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യവും മിസ് 2 ഇറക്കി എഴുതിയിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ പ്രാവശ്യം ഇറക്കി എഴുതിയിട്ടുണ്ടോ? ഓക്കെ, എന്നാ ഇത് കറക്റ്റ് ആൻസർ എന്നാല് മിസ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലാസ് ഇപ്പൊ കട്ടാവോ? മിസ് ഇപ്പൊ തന്നെ ഇട്ട് തരേ, അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ബാക്കി ഹോംവർക്കും കൂടി ചെയ്തു. ബൈ.